അങ്ങനെ ഒന്ന് ബസ് ബൾഗേറിയക്ക് പോവാണ്. അപ്പോൾ ബസ്സിലാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് മെസിഡോണിയന്ന്. അപ്പോൾ 2 നിലയുള്ള ബസ്സിലാണ്. നമ്മൾ 2 തട്ടുള്ള ബസ്സിലാണ്. അതേപോലത്തെ ഇതിന് മുകളിലാണ് കൂടുതൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളത്. താഴെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കുറവാണ്. തണുപ്പോണ്ട് ഗ്ലാസൊക്കെ മൂടിയാണ്. ഡിഗ്രിയാണ്. ഇതേപോലത്തെ ബസ് കാർഡ് വേണം. ബസ് കാർഡ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡേ പാസ്സൊക്കെ ഉണ്ട്. നമുക്ക് പാസ് എടുക്കാൻ എപ്പോഴും നല്ലത്. ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡേ പാസ് എടുക്കുക. എത്ര ദിവസമാണ് ഉള്ളത് ആ ദിവസത്തിനുള്ള പാസ് എടുക്കുക. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം. മറ്റേത് ഓരോ യാത്രക്കും ഇതിന് 35 മെക്കഡോണിയൻ ദിനാർ വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ 1 ഡേ പാസ് എടുക്കുകയാണെങ്കിൽ 120 മെക്കഡോണിയൻ ദിനാറേ വരുന്നുള്ളൂ. അത് 7 ഡേയ്സ് ഉണ്ട്, പിന്നെ 10 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ബസ് യാത്ര ആവശ്യമുള്ള ദിവസം ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബസ് കാർഡ് എടുക്കുകയാണെന്നുള്ളത് ഇത് ടോപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ ദുബായിലൊക്കെ ഉള്ള അങ്ങനത്തെ ബസ്, RTൻ്റെ ബസ്. തണുപ്പായിട്ട് തൊണ്ടൊക്കെ അടഞ്ഞാണ്. കുരക്കണുണ്ട് ആൾക്കാർ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സുണ്ട്. ദീർഘദൂര ബസ്സുണ്ട്, പിന്നെ മഞ്ഞിലേക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ്സുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുള്ള എല്ലാവരും ഇറങ്ങി. അപ്പം ഞാൻ ഇറങ്ങി. ഇതേപോലെ കോണിയാണ്.